ഇത്ര രാത്രിയാവുന്നവരെ ശിവേട്ടൻ എവിടെ പോയിരുന്നു? നീ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി? ഞാൻ ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ, ഞാൻ അറിയാവല്ല കോളും കിട്ടിയോ? ശിവേട്ടൻ അറിയാതൊരു കോളോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു പഴയ കൂട്ടുകാരിയെ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോ വൈകിപ്പോയി. ചെട്ടിയാരെന്ത് തന്നു? 200 രൂപ തന്നു. 50 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. കിട്ടുന്നതിൽ പാതിയെന്നല്ലേ നമ്മുടെ കണക്ക്? എനിക്ക് പകുതിയും വേണ്ട, മുഴുവൻ ശിവേട്ടൻ എടുത്തോളൂ. ആ, അത് വേണ്ട. കച്ചവടം കച്ചവടം തന്നെ, അതിനെപ്പോഴും കണക്ക് വേണം. ശിവേട്ടൻ എന്താ ഒരു മാറ്റം? പണം സൂക്ഷിക്കണം ചുമണി, അതിന് വലിയ വിലയുണ്ട്. പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാമോ ആകുമായിരുന്നു. എന്റെ ഓഹരി എനിക്ക്, നിന്റെ ഓഹരി നിനക്ക്. ശിവേട്ട. ആ, നീ ഉണ്ടോ? ഇല്ല, ശിവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഊണ് കഴിച്ചു. എനിക്കൊരാൾ ഊണ് വാങ്ങി തന്നു. എന്നാലും കുറച്ചുണ്ണാം. വേണ്ട, നീ ഉണ്ടോ? നീ ഉണ്ടില്ലേ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്നെ തല്ലണം. എനിക്കതാണ് സുഖം. എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും പോണം. എവിടെയെങ്കിലും പോണം. ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. ശിവേട്ടനെങ്കിലും അതറിയണം. അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും രഹസ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ പലതുമായിരുന്നു. നിന്റെ രഹസ്യങ്ങൾ എനിക്കറിയണമെന്നില്ല. കാരണം ഇന്നലെ വരെയുള്ളതെല്ലാം എനിക്ക് മറക്കണം. എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ശിവേട്ടനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങുകയായിരുന്നു. ശിവൻചേട്ടാ, ആണുങ്ങളെ തപ്പി നടക്കാതെ വേണമെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിക്കോ. വരവാ, പുതു പുത്തനാ, 27 ക്ഷമിക്കണം, ഞാന് ഈ മുറിയും നോക്കാൻ വന്ന. നാളെ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ഈ മുറി മതിയോ നോക്കാൻ മാനേജർ പറഞ്ഞു.
നിങ്ങൾ നാളെ ഒഴിയുകയാണല്ലോ. ഞങ്ങൾ ഒഴിയുന്നു ആര് പറഞ്ഞു? ഒഴിയുന്നില്ലല്ലോ. ഒഴിയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ മുറി നോക്കിക്കോളാം. എന്താ കൊച്ചേ, കൊച്ചെന്തിനാ കരയുന്നേ? കൂടെ ആരുമില്ലേ? ഒറ്റയ്ക്കാണോ? അയ്യോ, ഒറ്റയ്ക്കാണോ? ഞാനും ബേബിയേട്ടനും ഒന്നിച്ചാണ് വന്നത്. ബേബിയേട്ടന് അച്ഛൻ വന്ന് ബേബിയേട്ടനെ കൊണ്ടുപോയി. അയ്യോ, എന്റെ കൊച്ചെ, അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോരാമോ? അത് എവിടെ വന്ന് പെട്ടിരിക്കുന്ന അറിയാമോ? ചോരയും നീരുള്ള പെൺപിള്ളേരെ കണ്ടാലേ കൊത്തിപ്പറിക്കുന്ന നാടാ. കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ? വീട്ടിലേക്ക് ചെന്ന് എന്നെ കൊല്ലും. പിന്നെ എങ്ങോട്ട് പോകും? ആ ചെറുക്കൻ തിരിച്ചു വരുമോ? വരും, വരാതിരിക്കില്ല. എന്നാലേ കൊച്ചൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിപ്പ. അവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ വേണമെങ്കിൽ അവിടെ താമസിക്കാം. അയ്യോ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കൊച്ചിന്റെ വിഷമം കണ്ടി ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചേട്ടാ, ഞാൻ വരാം. ആ, നമുക്കിന്നൊരു വിരുന്നുകാരിയുണ്ട്. ഇതെന്റെ ഭാര്യ രുക്മിണി, ഇത് സോഫി. ഈ പെങ്കൊച്ചിനൊരു അബദ്ധം പറ്റി. നട്ടല്ലില്ലാത്ത ഒരുത്തിനെ കയറി പ്രേമിച്ചു. അവനെ കിട്ടേച്ചു പോയി. പാവം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. Thank you.